എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സിനസിനകത്ത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെന്ന് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ചിലർക്കത് ഓർഡർ ഇടുന്നതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ഇതിനകത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് കണ്ട് ഇപ്പോൾ താഴെ ഉണ്ട് എക്സിനസ് എന്ന് പറയുന്നത്. ഇത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡ് ഇട്ട് കൊടുത്ത് നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസർ ഐ ഡി പാസ്വേഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇത് കാണിക്കും. ഇതിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ കുത്ത് കൊടുത്തേക്കുന്നുണ്ട് 9 കുത്ത്. ഇവിടെ പോവുക, എക്സിനസ് ടെർമിനലിൽ നിന്ന് കൊടുക്കുക. അപ്പം നമുക്ക് എക്സിനസ് ടെർമിനൽ ഇവിടെ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഗ്രാഫ് കാണാൻ പറ്റും. ഈ സ്ഥലത്തെ ഗ്രാഫ് നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം 1-2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ നോർമൽ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ് കോയിന്, ഗോൾഡ്, കറൻസി പെയർ വന്നിട്ട് ബ്രിട്ടീഷ് പൗണ്ട് USD JPY, പിന്നെ US ഓയിൽ, എതീറിയം, USD കനേഡിയൻ ഡോളർ, യൂറോ USD, പിന്നെ ഡോളർ ഇൻഡെക്സ് ഇതാണ്, പിന്നെ ഓസ്ട്രേലിയൻ ഡോളർ, ജപ്പാൻ യെൻ, US ടെക്കിൻ്റെ ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആമസോണിൻ്റെ ട്രേഡ്, ആമസോൺ ഷെയറിൻ്റെ ഇത് ചെയ്യാം, ആപ്പിൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ് കോയിൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഇവിടോട്ട് കൊണ്ടുവരിക, 2 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ഈ ബ്ലൂ കളറിന് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം ലോട്ട് മിനി ലോട്ടാണ് 0.01 ആണ്. അപ്പം അത് 0.1 നമുക്ക് വേണേൽ നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് ഇപ്പോൾ 0.10 എന്ന് പറയുമ്പോൾ 10 ലോട്ടാകും. അപ്പം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറിൻ്റെ അവിടെ കൊണ്ടുവരിക, സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് 1 ലോട്ട് മതിയെങ്കിൽ 1 ലോട്ട്. ഇപ്പം നമുക്ക് 1 ലോട്ട് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ താഴോട്ട് നോക്കുക, നമുക്ക് ലിവറേജ് എല്ലാം കാണാം. അതിനകത്ത് എത്ര പൈസയാണ് അവരുടെ ചാർജസ് എന്നെല്ലാം ഇവിടെ കാണാൻ പറ്റും. മാർജിൻ എത്ര എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ സെല്ലിങ് ഓർഡർ ഇപ്പം കൺഫേം കൊടുക്കുകയാണെങ്കിൽ ഈ സ്പോട്ട് പ്രൈസിൽ പോവും. നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ഇച്ചിരി മുകളിലാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ പെൻഡിങ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈ ലോട്ട് ഇട്ട് 116, 250 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, 250 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടോ ഇവിടെ ഓർഡർ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ആ റേറ്റ് വരാത്തതുകൊണ്ട് അത് പെൻഡിങ് ആയിട്ടുണ്ട്. ഇവിടെ പെൻഡിങ് ഓർഡർ കാണിക്കുന്നുണ്ടോ. ഇപ്പം നമ്മളിട്ട് ഓർഡർ ചെയ്ത് പെൻഡിങ് ഓർഡർ. നമുക്കിത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ, ഈ ക്ലോസ് ചെയ്യുന്നത് ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ആകും. വീണ്ടും നമുക്കൊരു ഓർഡർ ഇടാം. ഇപ്പോൾ ഇതിനകത്തൊരു ബൈ ഓർഡർ ഇടുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്പോട്ട് പ്രൈസിൽ ബൈ ചെയ്യാം. നമുക്ക് സ്പോട്ടിൽ വേണ്ട, നമുക്ക് ഇച്ചിരി താഴെ മതി, 115, 850 എന്നുള്ള റേഞ്ച് മതി എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ കൺഫേം ബൈ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വരും. നമുക്ക് ഈ ഓർഡർ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യണമെങ്കിൽ എൻ്റെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. നമുക്ക് പ്രൈസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ട്രേഡ് ആയതാണെങ്കിൽ നമുക്കതിനകത്ത് സ്റ്റോപ്പ് ലോസ്, ഇവിടെ പ്രോഫിറ്റ് എത്ര രൂപ വരുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മോഡിഫൈ കൊടുത്താൽ അത് മോഡിഫൈ ആവും. അത് ഈ ഓപ്പൺ പൊസിഷനിൽ പോയിട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഇത് US ഓയിലെ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നാളെ തൊട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ബിറ്റ് കോയിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ബൈയും സെല്ലും ചെയ്യുന്ന മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബിറ്റ് കോയിൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ റേറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക. ബൈ ആണെങ്കിൽ ഈ ബ്ലൂ കളറിൽ ചെയ്യുക, സെല്ലാണെങ്കിൽ ഇവിടെ ചെയ്യുക. ഇപ്പം നമുക്ക് ബൈങ് സ്റ്റോപ്പ് ലോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബിറ്റ് കോയിൻ 1,16,030.49 റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, നമുക്ക് 1,16,500 മുകളിൽ പോവുകയാണെങ്കിൽ ബൈ ചെയ്താൽ മതിയെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ബൈ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ബൈ സെലക്ട് ചെയ്യുക. ഇത് സെല്ലാണ്, ഇത് ബൈ ആണ്. ബൈ സെലക്ട് ചെയ്തിട്ട് പെൻഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ പ്രൈസ് ഇപ്പം 1,16,000. അപ്പോൾ നമുക്ക് 1,16,500 മുകളിൽ പോവുകയാണെങ്കിൽ ബൈ ചെയ്താൽ മതി.
അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ഇതുണ്ടല്ലോ, ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. നമ്മൾ എൻട്രി ഇട്ടു, ഓർഡർ പ്ലേസ് ആയി, പെൻഡിങ് ഓർഡർ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എപ്പോൾ ഇത് 1,16,500 വന്ന് ട്രിഗർ ആകുമോ അപ്പോൾ ഇത് ബൈ ആവും. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നുള്ളൂ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇടുന്നതെന്ന്. അതുപോലെ സെല്ലിങ് സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബിറ്റ് കോയിൻ തന്നെ നമുക്ക് എടുക്കാം. സെല്ലിങ് ഇപ്പം സ്പോട്ടിലാണെങ്കിൽ 1,16,000 സെല്ലാവും. നമുക്ക് വേണ്ട, നമുക്ക് 1,15,500 താഴെ പോകണമെങ്കിൽ സെല്ല് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ ഇപ്പം ലിമിറ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ 1,15,500 നൽകി അവിടെ സ്റ്റോപ്പ് എന്ന് വരും. കണ്ടോ, അവിടെ വന്നു, നമ്മൾ സെൽ ഓർഡർ കൊടുത്തു. ഇവിടെ നോക്കുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ലോസ്, സെല്ലിങ് സ്റ്റോപ്പ് ലോസും ബൈങ് സ്റ്റോപ്പ് ലോസും, ഇത് നമ്മൾ ഇട്ട റേഞ്ച് വരുവാണെങ്കിൽ ട്രിഗർ ആകും. അതിനുശേഷം താഴോട്ട് വീണ്ടും പോകണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ്, മുകളിലോട്ട് പോകണമെങ്കിൽ ലോസ് ആകും. അതാണ് ബൈയിങ് സ്റ്റോപ്പ് ലോസും സെല്ലിങ് സ്റ്റോപ്പ് ലോസും ഇടുന്ന രീതി. ഇവിടെ ഞാൻ ബൈ കാണിച്ചപ്പോൾ നമുക്കിത് ക്ലോസ് വേണ്ട, ഇതൊന്നെല്ലാം ക്യാൻസൽ, ഇവിടെ ക്ലോസ് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ പെൻഡിങ് ഓർഡർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിരുന്ന, അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല, അപ്പോൾ 2 ലോട്ട് അത് ഇരിപ്പുണ്ട്. ക്ലോസ് ചെയ്ത ഓർഡറിൻ്റെ ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എടുത്ത ലോട്ട് ബൈ സെല്ല് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഈ ക്ലോസ്ഡ് എന്നുള്ളിടത്ത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഇതാണ് കാണിക്കുന്നത്. നമുക്ക് ബാലൻസ് ഉണ്ട്, ഇവിടെ കാണിക്കും. ഇതാണ് ബാലൻസ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് കിടക്കും. നമുക്കിപ്പോൾ എതീറിയത്തിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ എതീറിയത്തെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എതീറിയത്തിൻ്റെ ഇവിടെ വരും. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റർ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സിനസിൻ്റെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലെ ഡീറ്റെയിൽസ്. നമുക്ക് ഇവിടെ ഓപ്പൺ പൊസിഷൻ, പെൻഡിങ് ഉള്ളത് ഇവിടെ കാണാം, ട്രേഡ് കഴിഞ്ഞത് ഇവിടെ കാണാം, ബൈ സെല്ല് തന്നെ ഇവിടെ ഓരോന്നത്തെ സെലക്ട് ചെയ്യുക, റേറ്റ് ക്ലിക്ക് ചെയ്യുക. ബൈക്കാണെങ്കിൽ ബ്ലൂ ലൈനെ കൊടുത്ത് സ്പോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഈ റേറ്റിൽ പോകും. സെല്ലിങ് ആണെങ്കിൽ ഇവിടെ കൊടുക്കും. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.